നമസ്കാരം. സിപിഎമ്മിന് ഏറെ തലവേദന സൃഷ്ടിച്ച ഒന്നാണ് കരുവന്നൂർ തട്ടിപ്പ് കേസ്. എല്ലാവരും മറക്കുമെന്ന് കരുതിയാണ് സിപിഎമ്മിന്റെ കാത്തിരിവ്. പക്ഷേ ഇഡി പിടിവിടുന്ന ലക്ഷണമില്ല. ഇപ്പോൾ പുതിയ കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇഡി. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന 343 കോടിയുടെ കള്ളപ്പണ ഇടപാടിൽ സിപിഎം സമാന്തര മിനിറ്റ്സ് സൂക്ഷിച്ചിരുന്നുവെന്ന ആരോപണം സിപിഎമ്മിന് കുരുക്കാകും. ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ ഈ മിനിറ്റ്സ് പാർട്ടിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചെന്ന് പ്രധാന പ്രതിയുടെ മൊഴിയുമുണ്ട്. ഇതോടെ അന്വേഷണത്തിൽ ഇഡിയുടെ ഇനിയുള്ള നീക്കം പ്രസക്തമാകും. കേസിൽ ഇഡി മാപ്പുസാക്ഷിയാക്കുന്ന 33-ാം പ്രതിയും ബാങ്കിന്റെ മുൻ സെക്രട്ടറിയും പാർട്ടി മുൻ ലോക്കൽ കമ്മിറ്റി അംഗവുമായ TR സുനിൽകുമാറിന്റേതാണ് മൊഴി. ക്രൈംബ്രാഞ്ചും സഹകരണ വകുപ്പും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 1-ാം പ്രതിയാണ് സുനിൽകുമാർ. കോടതിയിൽ നൽകിയ രേഖകളിലെ 4325-ാമത്തെ പേജിൽ സുനിൽകുമാർ സ്വന്തം കൈപ്പടയിൽ എഴുതി നൽകിയിരിക്കുന്നത് സിപിഎമ്മിനെ വെട്ടിലാക്കുന്ന കാര്യങ്ങളാണ്. ഈ മിനിറ്റ്സ് പിടിച്ചെടുക്കാൻ റെയ്ഡ് അടക്കം CBI ആലോചിക്കുന്നുമുണ്ട്. കേസിൽ ഈ മിനിറ്റ്സ് കണ്ടെത്തേണ്ടത് അനിവാര്യതയാണ്. ബാങ്കിന്റെ നയപരമായ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പാർട്ടിയുടെ കമ്മിറ്റിയാണ്. പാർലമെന്ററി പാർട്ടിയിൽ പാർട്ടി അംഗങ്ങളായ ഭരണസമിതി അംഗങ്ങളും ഏരിയ കമ്മിറ്റി നിശ്ചയിക്കുന്ന കൺവീനറും ഉൾപ്പെടും. സബ് കമ്മിറ്റി പാർലമെന്റ് പാർട്ടി യോഗങ്ങളുടെ മിനിറ്റ്സ് എഴുതി തീരുമാനങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. ആ മിനിറ്റ്സുകളുടെ സൂക്ഷിപ്പുകാരൻ സബ് കമ്മിറ്റി കൺവീനറും പാർലമെന്റ് പാർട്ടി കൺവീനറുമാണ്. ഈ മിനിറ്റ്സ് പാർട്ടി ഓഫീസിലോ വീട്ടിലോ കൊണ്ടുപോയി വെക്കാനുള്ള മടി കാരണം എന്നെ ഏൽപ്പിച്ചിരുന്നു. കരുവന്നൂർ ബാങ്ക് ക്രമക്കേടുകൾ അന്വേഷിക്കുന്നതിനു വേണ്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് PK ബിജു, PK ഷാജൻ എന്നിവരെ നിശ്ചയിച്ചു. അവരുടെ ആവശ്യപ്രകാരം സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഓഫീസ് സെക്രട്ടറിയെ ഞാൻ നേരിൽ മിനിറ്റ്സ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതായിരുന്നു സുനിൽകുമാറിന്റെ മൊഴി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പു കേസിൽ പ്രതികളായ ബാങ്കിന്റെ മുൻ സെക്രട്ടറി സുനിൽകുമാർ, മുൻ മാനേജർ ബിജു കരീം എന്നിവർ മാപ്പുസാക്ഷികളാകാൻ തയ്യാറാണെന്ന എറണാകുളം പ്രത്യേക കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഇതോടെ മുൻനിര നേതാക്കളിലേക്ക് മാത്രമായി അന്വേഷണം ചുരുങ്ങുകയും ചെയ്യും. ഇവരെ മാപ്പുസാക്ഷികളാക്കാൻ ഇഡി നേരത്തെ അപേക്ഷ നൽകിയിരുന്നു. സുനിൽകുമാറും ബിജു കരീമും കേസിൽ 33, 34 പ്രതികളാണ്. തട്ടിപ്പിൽ സിപിഎമ്മിന്റെ ഇടപെടലുകളെ കുറിച്ച് നിർണായക വിവരങ്ങൾ നൽകാൻ ഇവർക്ക് കഴിയുമെന്ന് ഇഡി കരുതുന്നുണ്ട്. സ്വമേധയാ മാപ്പുസാക്ഷികളാകാൻ തയ്യാറാണെന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുൻമന്ത്രി AC മൊയ്തീൻ, MK കണ്ണൻ, കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് തുടങ്ങിയവർക്കെതിരെ മുഖ്യ സാക്ഷികളിൽ ഒരാളായ KA ജിജോർ ഇഡിക്ക് മൊഴി നൽകിയിരുന്നു. ഈ മൊഴികൾ സാധൂകരിക്കുന്ന തരത്തിൽ സുനിലും ബിജു കരീമും രഹസ്യമൊഴി നൽകിയിട്ടുമുണ്ട്. മജിസ്ട്രേറ്റ് മുമ്പാകെ ഇവർ നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പും ഇഡി സംഘം പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിനിടെയാണ് സിപിഎമ്മിനെ വെട്ടിലാക്കുന്ന പുതിയ മൊഴി എത്തുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പിലെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇഡി നീങ്ങുന്നത് സിപിഎം ഉന്നതരെ ലക്ഷ്യമിട്ട് തന്നെയാണ്. കേസിലെ മുഖ്യപ്രതി P സതീഷ് കുമാറിന് പിന്നിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലെ വമ്പൻ സ്രാബുകൾ ഉണ്ടെന്ന് തന്നെയാണ് ഇഡി ഇപ്പോഴും കരുതുന്നത്. സിപിഎമ്മിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കരുവന്നൂരിൽ മാത്രമല്ല സിപിഎം നിയന്ത്രണത്തിലുള്ള മറ്റു സഹകരണ ബാങ്കുകളെയും കള്ളപ്പണം വെളുപ്പിക്കാൻ ഉപയോഗിച്ചെന്ന് വ്യക്തവുമാണ്. സിപിഎം രാഷ്ട്രീയ നേതാക്കളെ കൂടാതെ പോലീസിലെ ഉന്നതരും ഈ തട്ടിപ്പുകൾക്ക് കൂട്ടുപിടിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സിപിഎമ്മിനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ഇഡിയുടെ റിപ്പോർട്ട്. വായ്പാ തട്ടിപ്പുകൾ നടന്നത് സിപിഎം നിയന്ത്രണത്തിലുള്ള ബാങ്കുകളിലാണ് സതീഷ് കുമാർ തട്ടിപ്പ് നടത്തിയത്. കരുവന്നൂരിന് പുറമെ മറ്റു സഹകരണ ബാങ്കുകളിലും തട്ടിപ്പുകൾ നടന്നു. സിപിഎമ്മിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു വിമർശനം. നന്ദി.